ഭയങ്കര മൂഡ്. പൂച്ച 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 മന്ത്രി വെളിവില്ലേ മണ്ടനാണോ എങ്ങനെ മണ്ടനാകാതിരിക്കും? കൂട്ടത്തിലുള്ളതെല്ലാം തൊട്ടികളും തോൽവികളുമാണല്ലോ. ആ പൂച്ച 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 മന്ത്രി മ്യാവ് മ്യാവ്. എന്ത് മ്യാവ് മ്യാവ് പറയണേ? അല്ലല്ല, പൂച്ചയല്ല, പന്നിയാണല്ലോ വിഷയം. പന്നിയാണ് വിഷയം. ഓ കൊല്ലിച്ചെന്നോ ഷോക്കടിപ്പിച്ച് കൊന്നത് ഈ സർക്കാരിനെതിരെയുള്ള നീക്കമാണെന്നോ അതെ അതെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള അജണ്ടയാണെന്നോ? വളച്ചൊടിച്ച് ആര് വളച്ചൊടിച്ചു? മാധ്യമങ്ങൾ വളച്ചൊടിച്ചു. പൂച്ചക്കുട്ടി മന്ത്രി പറഞ്ഞതല്ല പ്രശ്നം. ആര് പറഞ്ഞു? നാക്കെടുത്ത് വളച്ചപ്പോഴേ തോന്നിയായിരുന്നു, എന്നിട്ടത് വളച്ചൊടിച്ചെന്ന്. ഗൂഢാലോചന ഉണ്ടെന്നൊന്നും ഞങ്ങളെ മന്ത്രി പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ മന്ത്രി മാത്രമല്ല, നിങ്ങളുടെ മറ്റേ MP ഗോവിന്ദൻ വരെ പറഞ്ഞു ഗൂഢാലോചനയുണ്ട്. സ്വാഭാവികമായിട്ട് സംശയമല്ലേ? അവിടെ ഈ അപകടം ഉണ്ടാകുന്നതിന് തൊട്ട് മുന്നേ തന്നെ UDF കൊടിയും കൊണ്ട് അങ്ങോട്ട് ഇറങ്ങി പോയില്ലേ? അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് സംശയം വന്നു, അത്രേ ഉള്ളൂ. UDF ഒരു പയ്യനെ കൊന്നു തെരഞ്ഞെടുപ്പിന് വേണ്ടി അജണ്ട, ഇവരെ താഴെ ഇറക്കാൻ. പ്രതിഷേധത്തിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടോ എന്ന് മാത്രമേ ആന ചവിട്ടിക്കൊന്നതോ? അതും UDF പറഞ്ഞിട്ട് ആന ചവിട്ടിക്കൊന്നതായിരുന്നു. ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടൊന്നും. കടുവ കയറി തല തിന്നതോ? അത് UDF-കാര് കടുവയോട് പറഞ്ഞു മറ്റേ പിണറായി ഒന്ന് താഴെ ഇറക്കണം, കടുവയെ പോയി രണ്ടുപേരെ തിന്നിട്ട് വരാൻ പറഞ്ഞായിരുന്നു. എന്ത് പാടാ നിങ്ങൾക്ക്? വെളിവില്ലേടോ നിങ്ങൾക്ക്? ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഗൂഢാലോചന ഉണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇടമിന്റെ കേട്ടോ, ഗൂഢാലോചന ഉണ്ടെന്ന് പറഞ്ഞത് നിങ്ങളുടെ AK ശശീന്ദ്രനും നിങ്ങളുടെ MP ഗോവിന്ദനുമാണോ? അത് പിന്നെ പറഞ്ഞത് വളച്ചൊടിച്ചു. എന്താ പറഞ്ഞാലും വളച്ചൊടിച്ച് ഞങ്ങൾ പറയുന്ന ഒരു രീതിയില് അവര് വാർത്ത കൊടുക്കുന്ന വേറെ രീതിയില് അത് നിങ്ങൾ പറഞ്ഞതിന്റെ ധ്വനിയാണ് കൊടുത്തത്, മനസ്സിലായോ? ധ്വനി അങ്ങനെ കൊടുക്കണം. ഞങ്ങൾ പറയുന്ന കാര്യം കൂടി നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കൊടുത്താൽ തന്നെ എന്നെ കൊണ്ട് പറയിക്കരുത്. ഞങ്ങൾക്ക് സ്വാഭാവികമുണ്ടായ ഒരു അവസരം കൊണ്ടുണ്ടായ ഒരു പിഴവ്, ഒരു അവസരം കിട്ടാൻ കാത്തിരുന്നത് പോലെ ആയിരുന്നല്ലോ കോൺഗ്രസ് കൊടിയും കൊണ്ട് ഇറങ്ങിയത്. നിങ്ങൾ പിന്നെ കൊടി പിടിച്ച് സമരത്തിന് ചെല്ലാത്ത ആൾക്കാരാണ്. ഞങ്ങൾ സന്ദർഭം നോക്കിയാണോ? അതെ. എന്റെ പൊന്നടാവേ, എനിക്കറിയത്തില്ല എന്തിനാണ് ഈ വനം വകുപ്പ് എന്ന് പറഞ്ഞൊരു വകുപ്പെന്ന്. വല്ല പ്രയോജനം അതിനെ കൊണ്ടുണ്ടോ? ഇല്ല. ഇതുകൊണ്ടുള്ള ആന ചവിട്ടിക്കൊല്ലുമ്പോഴും കടുവ തിന്നുമ്പോഴും മാത്രമാണ് ഇവിടെ ഒരു വനം മന്ത്രി ഉണ്ടെന്ന് അറിയുന്നത്. പിന്നെ എന്തെങ്കിലും മണ്ടത്തരം വിളിച്ചു പോവാനും. നിങ്ങൾക്ക് പിന്നെ എന്തിനു വനമന്ത്രി വേണം? വേറെ എന്തൊക്കെ ചെയ്യണം? ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പൈസ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ആൾക്കാർക്ക് നഷ്ടമുണ്ടായാൽ ഞങ്ങൾ ധനസഹായം നൽകുന്നുണ്ട്. എത്ര പേരെയാണോ ഇതിനോടിടയ്ക്ക് ആന ചവിട്ടിക്കൊന്നത്? 2024-ലെ 25-ലെ കണക്കെടുത്തിട്ടൊന്ന് പറഞ്ഞേ, നിങ്ങൾ എന്ത് പരിഹാരം ഉണ്ടാക്കിയായിരുന്നു? ഞങ്ങൾ ഫെൻസിങ്, പിന്നെ ആനയെ നിങ്ങൾ ഉപദേശിക്കൂ, പിന്നെ ക്യാമറ വെക്കാന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു, ക്യാമറ വെക്കുന്ന മറ്റേ ആനയ്ക്ക് സെൽഫി എടുക്കാനും കടുവയ്ക്ക് സെൽഫി എടുക്കാനും. വേറെ പ്രയോജനമൊന്നും ഉള്ളതായിട്ട് നമ്മൾ അറിയുന്നില്ല. ഞങ്ങൾ ഇവിടെ ജനവാസ മേഖലയിൽ ആനയും കടുവയും ഇറങ്ങിയാൽ പോലും നിങ്ങൾ അറിയുന്നില്ല. പിന്നെ അവിടുത്തെ നാട്ടുകാർ എടാ, പിന്നെ എന്തിനാണ് നിങ്ങൾ ക്യാമറ കൊണ്ടുണ്ടാക്കി അവിടെ വെച്ചേക്കുന്നത്? എടാ, അത് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുമ്പോ അറിയാൻ വേണ്ടിയിട്ടാണ്. അത് പിന്നെ വനംവകുപ്പ് നോക്കണം. വനംവകുപ്പിലാരാ? മന്ത്രിയല്ല നോക്കണം, ഉദ്യോഗസ്ഥർ നോക്കണം. മന്ത്രി എവിടെ എന്തിനാ ഇരിക്കുന്നത്? മന്ത്രി അതിന്റെ ക്യാമറ നോക്കാനല്ലേ ഇരിക്കുന്നത്. ഉദ്യോഗസ്ഥർ നോക്കണം. ഉദ്യോഗസ്ഥരുടെ വീഴ്ചയുടെ പേരിൽ മന്ത്രിയെ പറഞ്ഞിട്ട് കാര്യമില്ല. ഏടോ, അപ്പൊ പിന്നെ മന്ത്രി ഉള്ള എന്തിനാണോ? മന്ത്രി ഇത് നീതിയുള്ള വിവരക്കേട് പറയാം. ഉദ്യോഗസ്ഥരാണ് പന്നിയെ ഷോകടിപ്പിക്കാനും ആനയെ ഷോകടിപ്പിക്കാനും ഒക്കെ കുറെ കമ്പനി വേലി അവിടെ ഇവിടെയും കൊണ്ട് കിട്ടുമ്പോൾ അതിൽ സാധാരണക്കാർ പിടഞ്ഞു മരിക്കുമ്പോൾ ഇത് ഞങ്ങളുടെ സർക്കാരിനെതിരെയുള്ള അജണ്ടയാണ്, ഞങ്ങളുടെ മറ്റേ സർക്കാരിനെ താഴെ ഇറക്കാനുള്ള തെരഞ്ഞെടുപ്പിനെ വേട്ടയാടാനുള്ള അജണ്ടയാണ്, ഇമാതിരിയുള്ള വിവരക്കേടുകൾ വിളിച്ചു പോകാനാണ് മന്ത്രിമാർ. മനസ്സിലായില്ലേ? ഞങ്ങൾ ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്നു, ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നു. എന്ത് കാര്യത്തിൽ? ഞങ്ങളുടെ ഭരണം നിങ്ങൾക്ക് അസൂയ. അതുകൊണ്ട് ഞങ്ങളുടെ മികച്ച ഭരണം കാരണം എല്ലാവർക്കും കണ്ണെടുത്താ കണ്ടുകൂടാ. നിങ്ങളുടെ മികച്ച ഭരണം കാരണം കണ്ണെടുത്താ കണ്ടുകൂടാ. അസൂയക്കാരൊക്കെ നിങ്ങൾ തോറ്റു. അടിമ കമ്മികളെ വെച്ച് ബാക്കി എല്ലാവർക്കും അസൂയാണെന്നാണ് നിങ്ങൾ പറയുന്നത് കേരളത്തിലെ? അതെ, ബാക്കി എല്ലാവർക്കും അല്ല, പ്രതിപക്ഷത്തിന്, കോൺഗ്രസിന്, അവർക്കാണ് ഞങ്ങളുടെ കൂടുതൽ അസൂയ. അവർക്ക് ഭരണം നേടണമല്ലോ. പ്രതിപക്ഷത്തിരിക്കത്തേ ഉള്ളൂ, അത് വേറൊരു കാര്യം. അയ്യോ, പിന്നെ അപ്പൊ ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരുമെന്ന്. വീശുന്നത്
കാറ്റെങ്ങനെയാണ് വീശുന്നത്? അത് ഞങ്ങളുടെ 10 വർഷത്തിന്റെ പ്രവർത്തന മികവ്. അല്ല അതുകൊണ്ടല്ല, പ്രതിപക്ഷത്തിന്റെ കഴിവില്ലായ്മ. അതാണ് കാരണമായിട്ട് നമ്മുടെ വീക്ഷണ കോണകത്തിലൂടെ നോക്കിയിട്ടാണ്. നിങ്ങളുടെ വീക്ഷണ കോണകം വെച്ചിട്ടിരിക്കുക. ഞങ്ങളുടെ പ്രവർത്തന മികവ്, അല്ലാതെ പ്രതിപക്ഷത്തിന്റെ കഴിവ്. ഞങ്ങൾ എന്തൊക്കെ ഇതാണ് എന്തൊക്കെയാണ് നിങ്ങൾ കാണിച്ചെന്ന് പറഞ്ഞു? പ്രോഗ്രസ് റിപ്പോർട്ട് പറയാം. പ്രോഗ്രസ് റിപ്പോർട്ട് ഞങ്ങൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കൊണ്ടുവന്നു. കൂരിയാട് ദേശീയപാത, പൊട്ടിപ്പൊളിഞ്ഞ ദേശീയപാത, ഞങ്ങൾ നല്ല എവിടെ റോഡ് പണിഞ്ഞാലും ഫ്ലെക്സ് വെക്കൽ, വിനോദ എന്ത് വിനോദസഞ്ചാര കേന്ദ്രമായിരുന്നു അത്. പിന്നെ ഒരുപാട് വിനോദസഞ്ചാര മേഖലയിൽ ഞങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ ഇവിടേക്കുവാ ഒരു കപ്പൽ കത്തിയായിരുന്നു, അതറിഞ്ഞായിരുന്നു? അത് പിന്നെ നടുകടലല്ലേ. ഇത് ഞങ്ങൾ കേരളം വിട്ടുപോയിട്ടല്ല കത്തിയത്, കേരളത്തിൽ നിന്നുകൊണ്ടാണ് കത്തിയത്. ഞങ്ങൾ കത്തിച്ചെന്ന് പറയാം, ഞങ്ങളുടെ മന്ത്രി കത്തിച്ചെന്ന് പറയാം കേട്ടോ. സതി ചെറിയാൻ കത്തിച്ചെന്ന്. അല്ല നമുക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ മറ്റേ വിഴിഞ്ഞത്ത് കപ്പൽ മുങ്ങിയതിൽ മറ്റേ കപ്പൽ കമ്പനിക്ക് വെറുതെ വിട്ടേക്കാമെന്ന് നിങ്ങൾ ഒരു തീരുമാനം എടുത്തില്ല, എന്താണ് അങ്ങനെ? അത് പിന്നെ ഞങ്ങൾ അവരുടെ പിഴവ് കൊണ്ടാണ് അത് സംഭവിച്ചതെങ്കിലും നിങ്ങൾ വിശാല ഹൃദയനായ ആശാൻ അവരോട് ക്ഷമിച്ചിരിക്കുന്നു. ഞങ്ങൾ നല്ല ടച്ചപ്പില്, നല്ല ടൈപ്പിലെന്ന് കപ്പൽ കമ്പനി. അപ്പൊ പിന്നെ ഞങ്ങൾ കടലിൽ വീണതേ, ഈ കടലെന്ന് പറയുന്നത് പിണറായിയുടെ കൈക്കണ്ടിയിൽ വകയല്ല. ഞങ്ങൾ ഇനി മീൻ കഴിക്കില്ല. നിങ്ങൾ തിന്നത്തില്ല. എടാ അതുകൊണ്ട് ഉപജീവന മാർഗം നയിക്കുന്നവരുടെ കാര്യത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? പിന്നെ മീൻ ഞങ്ങൾ കഴിക്കാം. കിറ്റ് കൊടുക്കുമെന്നായിരിക്കും. അപ്പൊ കടലിലെ പ്രതിസന്ധി മാറുന്നത് വരെ ഇവര് കിറ്റ് കൊടുക്കുന്ന കാര്യം. ഞങ്ങള് നല്ല ടച്ചപ്പായാണ്. ഞങ്ങൾ ടച്ചപ്പോ കൂട്ടിയടിക്കലോ അതൊന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല, മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഇപ്പൊ എന്ത് ചെയ്യണം? ഞങ്ങള് ആ വലിയ കമ്പനി ആയിട്ടുള്ള ആ ഒരു നല്ല സൗഹൃദം അവസാനിപ്പിക്കണോ? എടാ കമ്പനിയുടെ തോന്നിവാസം കൊണ്ടാണ് കണ്ടെയ്നർ കടലിൽ പോയതെങ്കിലോ? പിന്നെ അതൊന്നും അല്ല, കണ്ടെയ്നർ ഘടിപ്പിക്കുന്നതിൽ പിഴവുണ്ടായി. അതിന് കമ്പനിക്ക് മതിയായ എന്തെന്നാണോ കേസ് കൊടുക്കാൻ തയ്യാറില്ല. ഞങ്ങൾ കൊടുക്കില്ല. നാട്ടുകാർ പറയുന്നത് കണ്ടെയ്നറിനകത്ത് മുഴുവൻ പിണറായി വിജയന് വേണ്ടി വന്ന എന്റെ സ്വർണ്ണമാണ്. ആരെ പറഞ്ഞു? അത് ബുദ്ധിമാൻ തന്നെ. വാരി എടുക്കുന്ന കരക്കമ്പനി വരുന്നത് ആണോ? എന്നിട്ട് എത്ര സ്വർണ്ണം എടുത്തു ആ പറഞ്ഞ ആൾക്കാരൊന്നും നമുക്കറിയത്തില്ല. മുങ്ങിയ കപ്പലിലാണല്ലോ എന്താണ്ടൊക്കെ ഉള്ളത്. പിന്നെ ഞങ്ങൾ എങ്ങനെ പോയ സ്വർണ്ണം എടുക്കും? ഈ പറയണേനൊക്കെ ഒരു കപ്പല് വീണാ പോലും ഞങ്ങളുടെ മണ്ടയ്ക്ക് തന്നെ. നടുകടൽ ഏതോ കപ്പല് മുങ്ങിയത് ഞങ്ങളെ ഏതോ കപ്പലോ. അതെ കോമഡി അതല്ല, മറ്റേ കുടുംബത്തോടെ ചെന്ന് മറ്റേ പച്ചക്കൊടി വീശി എന്റെ കുണങ്ങോട്ട് കേൾക്കുന്നുണ്ട്. അത്രയ്ക്കുണ്ട് ഐശ്വര്യം. അതെ ഞങ്ങളുടെ വികസനം. അതെ വന്ന് ഉദ്ഘാടനം ചെയ്തത് ആരാ? ഞാൻ പറയുന്നില്ല. ഉദ്ഘാടിക്കാൻ വിളിച്ചു വരുത്തിയത് ആരാ? വിഴിഞ്ഞത്ത് നയാ പൈസ മുടക്കാത്ത കേന്ദ്രത്തെ വിളിച്ചു വരുത്തിയത് ആരാ? വിളിച്ചു വരുത്തിയത് ആരാ? അപ്പൊ ഈ മോദിജി വന്നാലേ ഇവിടുന്ന് കപ്പൽ ഞാൻ തള്ളത്തുള്ളൂ പറഞ്ഞു. ഈ കുന്ത്രണ്ടൊക്കെ വരില്ലേ? പ്രശ്നം വരൂലേ? ഇങ്ങനെ പ്രശ്നം വരൂലേ? അതിന്റെ ഷെയർ ഈക്വൽ. അല്ലാതെ ഞങ്ങളെ കാര്യമില്ല. നിങ്ങളുടെ വിജയനല്ലേ പറയേണ്ടത്? എന്താ പറയാത്ത? ഞങ്ങൾ ഇങ്ങനത്തെ തരംതാണ പ്രസ്താവന നടത്താറില്ല. ഞങ്ങൾ ഇങ്ങനത്തെ തരംതാണ കാര്യങ്ങൾ പറയാറില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഒരു പയ്യൻ ഷോക്കേറ്റ് മരിച്ചതിന് പറഞ്ഞത് അവനെ കൊന്നത് മറ്റേ ഇടത് സർക്കാരിനെതിരെയുള്ള നീക്കമാണെന്ന്, അജണ്ടയാണെന്ന്. അത് പിന്നെ തൊട്ടി വർത്താൻ നിങ്ങളെ കൊണ്ടല്ലാതെ വേറെ ആരെ കൊണ്ടേലും പറയിക്കാൻ നോക്കൂ. വളച്ചൊടിച്ചതാണ്. നിങ്ങൾ ഇത് വിശ്വസിക്കരുത്. നിലമ്പൂരുകാരെ നിങ്ങൾ ഇത് വിശ്വസിക്കരുത്. വോട്ട് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് വോട്ട് കുത്തണം കേട്ടോ. ഈ പൂച്ചക്കുട്ടി മന്ത്രിയെ പിടിച്ച് പുറത്താക്കാറായില്ലേ ഇതുവരെ? പൂച്ചക്കുട്ടി മന്ത്രിനെ ഞങ്ങൾ പുറത്താക്കാൻ ആവുമ്പോ ഞങ്ങൾ പുറത്താക്കിക്കോളാം കേട്ടോ. നിങ്ങൾക്ക് എന്താ? ഞങ്ങള് പുള്ളി വേണ്ട രീതിയിൽ ഈ പ്രശ്നങ്ങൾ ഇടപെടുന്നില്ലേ? വേണ്ട രീതിയിൽ ഇടപെടില്ലേ? പ്രശ്നം കൂടുതൽ വഷളാക്കുന്നില്ലേ? എന്നിട്ട് എ കെ ശശീന്ദ്രനെ വിമർശിച്ചതാരായിരുന്നു? പിണറായി വിജയൻ അല്ലായിരുന്നോ? എന്തിനാ വിമർശിച്ചത്? വായന മണ്ടത്തരം നിന്നിട്ടല്ലേ ഇടോ? അതാ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ മുഖ്യമന്ത്രിക്ക് ബുദ്ധിയുണ്ട്. അതാ എവിടെ വിമർശിക്കണമെന്നും എവിടെ താക്കീത് ചെയ്യണമെന്നും ഞങ്ങൾ. അപ്പൊ വായന മണ്ടത്തരം വീണോ ശശീന്ദ്രന്റെ? അയ്യോ, അല്ല ഞങ്ങൾ വിമർശിക്കേണ്ടടുത്ത് വിമർശിക്കുന്നുണ്ടോ? ഞങ്ങളുടെ മുഖ്യം താക്കീത് ചെയ്തത് കേട്ടോ. മുഖ്യം ഒന്നും മിണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ പറയാറുന്നില്ല. നിങ്ങൾക്കൊക്കെ എത്ര ഹൗ മെനി? ഞങ്ങൾക്ക് ഓരോ
ഒന്നും അല്ല, സോമനിയാ. ഇവിടെ പോടോ. ഞങ്ങൾക്ക് ഒരു ഒറ്റ തന്തയ്ക്ക് ജനിച്ചൊരു തന്നെയാണ് ഞങ്ങളെ പോലെ തന്നെ ഞങ്ങൾ കേട്ടോ. ഞങ്ങളെ പോലെ നിങ്ങൾ വേണ്ട 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 പുട 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 കപ്പല് തള്ളു ചെല്ലിപ്പോ. കപ്പലല്ല കപ്പല് തള്ളു. പ്രത്യേകതരം ജീവിതം തന്നെ ഇതൊക്കെ. പൊളിക്കട മൂട്. ഒലക്കര മൂട്.